ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ചതേ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ച പാളികളുടെ ഭാരം കുറഞ്ഞതെന്ന് സ്ഥിരീകരണമുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലുമൊക്കെയും സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ചന്തു ചന്ദ്രശേഖറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഉള്ളത്. ചന്തു, കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ VSSC ഈ മുദ്രവച്ച കവറിൽ ഈ അന്വേഷണ റിപ്പോർട്ട്, കാലപ്പഴക്കവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം SITക്ക് ലഭിക്കുന്നു. SIT അത് പരിശോധിക്കുന്നു. നിർണായകമായ ആ വിവരങ്ങൾ നമ്മളിലേക്കും എത്തുന്നു, നമ്മൾ വഴി പ്രേക്ഷകരിലേക്കും എത്തുന്നു. നിർണായകമാണ് അന്വേഷണ സംഘത്തിന്റെ തുടർന്നുള്ള പോക്കിനും ഈ പരിശോധനാ ഫലം, അല്ലേ ചന്തു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സേതുലക്ഷ്മി. കാരണം ഇതിൽ ശാസ്ത്രീയമായ ഒരു പരിശോധന, അതിലൊരു കൃത്യതയൊക്കെ വരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ ആ ശാസ്ത്രീയ ഫലത്തിൻ്റെ ഒരു അടിത്തറ ഇതിന് വേണ്ടി വരും. ആ അടിത്തറയാണ് ഇപ്പോൾ ഈ കേസിൽ കൈവന്നിരിക്കുന്നത്. 1998 UB ഗ്രൂപ്പ് പൂശിയ സ്വർണം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ കട്ടിളപ്പാളികളും ഈ ദ്വാരപാലക ശില്പങ്ങളുമൊക്കെ ഈ സ്മാർട്ട് ക്രിയേഷനിൽ ചെന്നൈയിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്നും മടക്കി കൊണ്ടുവരുമ്പോൾ അതിൽ ഭാരക്കുറവ്, തൂക്കക്കുറവ് ഉണ്ടായി എന്നത് സംബന്ധിച്ചും ഒരു ശാസ്ത്രീയ പരിശോധന വന്നിരിക്കുന്നു. അത് VSSC ആണ് അത്തരത്തിലൊരു ശാസ്ത്രീയ പരിശോധന നടത്തുകയും ഈ UB ഗ്രൂപ്പ് പൂശിയ സ്വർണ്ണമാണെന്ന് കണ്ടെത്തുകയും അതിൽ തൂക്കക്കുറവ് വന്നതായി ശാസ്ത്രീയമായി കണക്കാക്കുകയും ചെയ്ത് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് VSSC ഈ റിപ്പോർട്ട്, ഈ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൻ്റെ ഒരു പകർപ്പ് SITക്കും വിജിലൻസ് കോടതി കൈമാറിയിട്ടുണ്ട്. അപ്പോൾ SIT ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ പരിശോധന നടത്തുന്നുണ്ട്. കാരണം അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളും ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും തമ്മിൽ താരതമ്യം ചെയ്യുകയും അതനുസരിച്ച്, അതായത് SITയുടെ കണ്ടെത്തലുകളും നിഗമനങ്ങളും ഒക്കെ കൃത്യമാണ് എന്ന് വരുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് VSSC നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ശാസ്ത്രീയ ഫലം കൂടി ചേർത്ത് അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് SIT തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്രീയ പരിശോധന, ഈ UB ഗ്രൂപ്പ് പൂശിയ സ്വർണം തന്നെയാണോ എന്നത് സംബന്ധിച്ച് കണ്ടെത്തേണ്ടിയിരുന്നു. അതിനൊരു ശാസ്ത്രീയ പരിശോധന ഫലം എന്ന നിലയ്ക്കാണ് VSSC ഈ പരിശോധന നടത്തുകയും അതിൽ കൃത്യമായ ഒരു കണ്ടെത്തൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്ന സ്വർണത്തിലും തൂക്കക്കുറവും UB ഗ്രൂപ്പ് സ്വർണം പൂശിയ ആ സ്വർണം തന്നെയാണ് എന്ന് ശാസ്ത്രീയമായി ഈ VSSCയുടെ പരിശോധനാ ഫലത്തിൽ കൂടി തെളിഞ്ഞിരിക്കുന്നു എന്നത് കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെ ഈ നടത്തിയ ഈ തട്ടിപ്പ്, കളവ്, അതെല്ലാം അടിവരയിടുന്നത് തന്നെയാണ് ഈ ശാസ്ത്രീയ റിപ്പോർട്ട്. ഓക്കെ ചന്തു, ശരി. ചന്തുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിലും അതിൽ പുതിയ പരിശോധനയൊക്കെ പുതിയ തലത്തിലേക്ക് എത്തുമ്പോഴും പുതിയ ആളുകളിലേക്ക് എത്തുമ്പോഴും SIT പുതിയ നീക്കങ്ങൾ നടത്തുമ്പോഴും ഒക്കെയും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം. അത് വരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സ്വർണ്ണക്കൊള്ള ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യമൊക്കെ സ്ഥിരീകരിക്കാമല്ലോ എന്നായിരുന്നു നമ്മളൊക്കെയും വിചാരിച്ചിരുന്നതല്ലേ. അപ്പോൾ ആ പരിശോധനാ ഫലമാണ് വന്നിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള അവിടെ ഉണ്ടായിട്ടുമുണ്ട്.